അപ്പോൾ എല്ലാവർക്കും ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അമ്മയുണ്ട്, ദിയമോളുണ്ട്, അനിയനുണ്ട്. എന്തായാലും പോയിട്ട് വരാം. നമ്മുടെ വണ്ടീൻ്റെ പേര് കാണിക്കുക കേട്ടോ. അതാ പുറകിൽ ഇങ്ങനെ ദിയമോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അതുപോലെ ഹരേ കൃഷ്ണ എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതാ ദിയോനെ ഫ്രണ്ടിൽ തന്നെ കയറണം, മാമിനെ മടിയിലിരിക്കാന്ന് പറഞ്ഞിട്ട് കയറുന്ന തിരക്കിലാണ്. ഏയ് എങ്ങേറ്റാ ബർത്ത്ഡേ ബോയ് ഓണ്ടാ. ഹായ് ദിയോളെ. ഹായ് അമ്മ. അപ്പൊ നമുക്ക് പോവാം. ഏയ് ആ കിച്ചു, ഞങ്ങൾ ടാറ്റ പോകട്ടെ. കിച്ചു ദിയോന്റെ കൂട്ടുകാരനാണ് കേട്ടോ. കിച്ചു ഇട്ടും ടാറ്റ പറഞ്ഞു പോകണം. ദിയോ ഇനി ഒന്നും നമ്മളെല്ലാരും കൂടെ ഒന്ന് പോവാ വണ്ടിയില്. ഞായറാഴ്ച പോവാ അല്ലേ? ഞായറാഴ്ചയല്ലേ അച്ഛനെ കിട്ടുള്ളൂ. അച്ഛനെ കാണിച്ചിട്ടില്ല കാറ് വാങ്ങിയിട്ട് വണ്ടി വീഡിയോയിലൊന്നും. എന്റെ മകൻ എന്താന്നോ ഞങ്ങക്ക് ബർത്ത്ഡേ ആയിട്ട് അങ്ങനെയാണോ? ബർത്ത്ഡേയിലെ ആള് ചെലവ് ചെയ്യല്ലേ? ആണോ? സദ്യ ഉണ്ടാക്കാതാ? സദ്യ ഉണ്ടായി സദ്യ അല്ലേ? എന്ത് പായസം സദ്യ വേണ്ട അല്ല? എന്തെന്താ പ്രശ്നം? എന്തെന്താ പ്രശ്നം? അച്ചോ എന്തമ്മ? ആ അച്ചു പറഞ്ഞു അത് നിങ്ങൾ ഞാൻ അല്ലാതെ കാറ് വാങ്ങിയില്ലേ. നമുക്ക് അച്ചു വന്നിട്ട് പോയി. അച്ഛൻ കേട്ടോ, അച്ചു അല്ല കേട്ടോ. ഓക്ക് വിളിക്കാം, പക്ഷെ നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നുള്ളൂ. ആ അത് പറ്റും. അങ്ങനെ ഈ മോളെയാ നമ്മളെ എംപിക്ക് പോണത്. ടാറ്റേ എന്നിട്ട് പോണത് അമ്മനിയാ. അമ്മനെ കാണാനല്ല, ഷാമീനെ കാണാൻ ട്ടാ. എന്നിട്ട് പോണത് ആ ചേച്ചിയാ. ആ ചേച്ചി ഇവിടെ പോണ്ടമ്മന്ന് നോണില്ല. അബീനെ പിടിക്ക. ബീര് വണ്ടി കയറി ഒറ്റ വിചാരമുള്ളൂ, ഒന്നെങ്കിൽ അബി ഒന്നെങ്കിൽ ആ ചേച്ചിനെ പിടിക്കും അല്ലേ മോളെ? അപ്പൊ നിങ്ങൾ ഉണ്ടാതിരിക്കണോ? എന്നാ ചെയ്യ സ്കൂൾ ട്രിപ്പ് ഉണ്ട് രാവിലെ. ഉച്ചവരെ ഉള്ളൂ മീറ്റിങ്ങോ? രാവിലെ അച്ഛനെ എവിടേക്ക് പോവാൻ കേട്ടോ. അച്ഛനെ എല്ലാവരും നമുക്ക് എല്ലാവരും കൂടെ എങ്ങോട്ടേലൊക്കെ പോവാം. ഡ്രൈവർ ഇതാ ഡ്രൈവർ. അങ്ങനെ നമ്മൾ എന്താ ഏകദേശം എത്താനായി. നമ്മളിവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ പോയി തൊഴുതിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവാണ്. അച്ഛനും ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് പോവാമെന്ന് തീരുമാനം എടുത്ത് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് വരികയായിരുന്നു. സുന്ദരിമുട്ടി ഏതാണ്? നീ ഉണ്ടെന്ന് പൊട്ട് തൊട്ടില്ല, കണ്ണെഴുതിയില്ല, ഒന്നുമില്ല. നല്ല കുട്ടിയാണ്. ദിമോള് വണ്ടി കയറിയിട്ടുള്ള ഒരു ത്രില്ലിലാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടാറ്റ പോകാന്ന് പറഞ്ഞപ്പോൾ ആൾ ആക്റ്റീവായി ഉഷാറായിരിക്കുന്നുണ്ട് വണ്ടിയിൽ.
അമ്പലത്തിൽ നമ്മൾ ഏകദേശം എത്താനായി. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര രാവിലെ പോകുന്നത് കേട്ടോ. മറ്റേ നമ്മൾ സൺഡേ ദിവസങ്ങളാണ് പോരാറുള്ളത്. ഇനിയിപ്പോൾ വൈകുന്നേരം ചെറിയ കേക്ക് കട്ടിങ്ങും ഫുഡ് ബിരിയാണി വയ്ക്കാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയൊരു ആഘോഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന്. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിൽ എത്തി. നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് 16-ാം തീയതിയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയത്. പക്ഷെ ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അനിയനും അമ്മയും മോളും കൂടെ ഇങ്ങനെ പോവാണ്. നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം അവിടെ പൂജേൻ്റെ സമയമായിരുന്നു കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് തൊഴാൻ കയറിയത്. ദീമോളും അമ്മ ഇതാ കയറുന്ന. നമ്മൾ വേഗം തൊഴുതിറങ്ങി കേട്ടോ. കാരണം ചെന്നിട്ട് വേണം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് വേഗം തൊഴുതിറങ്ങി. ദാമയും ദീമോളും ഇങ്ങനെ വരുന്നുണ്ട്. മറ്റേ നമ്മൾ പ്രസാദം എല്ലാം കഴിച്ചിട്ടായിരുന്നു പോരല്ല കേട്ടോ. പക്ഷെ ഇന്ന് തന്നെ ഒന്നുമില്ല. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി. നമുക്ക് ഇന്ന് തിരക്കുള്ള ദിവസമായതുകൊണ്ട് നമുക്കിന്ന് പായസമൊന്നും കഴിപ്പിച്ചില്ല കേട്ടോ. നമുക്കിന്ന് രാവിലെ തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തലേദിവസം വിളിച്ച് പറഞ്ഞതൊന്നുമില്ല കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദീമോക്ക് ഒന്ന് പോന്നപ്പോൾ ഗണപതി ഹോമത്തിൽ പ്രസാദം കിട്ടി. അപ്പോൾ അത് കഴിച്ചിരിക്കുകയാണ് അവൾ പുറകിൽ. ഞാനും അനിയനും ചെറുതാകുമ്പോൾ തന്നെ സ്കൂളിൽ പോകുന്ന ആ ടൈം തൊട്ട് തന്നെ നമ്മൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാനും എൻ്റെ ബർത്ത്ഡേക്ക് അവൻ എന്തെങ്കിലും സർപ്രൈസ് ഒരുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് സർപ്രൈസ് ആയിട്ടൊന്നും ഒരുക്കാൻ പറ്റിയില്ല. ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാരാണ്? അമ്മയെ സുന്ദരി ക്ഷീണിച്ചു. എന്ത് ചെയ്യാ? ചമ്മന്തിയോ? തീരെ വിശക്കണ്ടമ്മ. നമുക്ക് ദോശ ചമ്മന്തിയൊക്കെ വേണം. മാമ ഈ ചായ വാങ്ങി തരുന്നുണ്ടോ? തീരെ ചമ്മന്തിയും ദോശയും വേണത്രേ. വീട്ടിലുണ്ടാവുന്ന കടലക്കറി ദോശയോ? അത് വീട്ടടിക്കാം. അമ്മ ഇന്ന് എന്തൊക്കെയാണ് ബർത്ത്ഡേ പരിപാടികൾ? എന്തെങ്കിലും ഉണ്ടോ? സദ്യ എപ്പോഴാ? അപ്പൊ എല്ലാരും രാത്രി അച്ചക്ക് വരുമോ? ഓക്കെ. അപ്പൊ എന്നെ കൂടി പരിഗണിച്ചുകൊണ്ട് സദ്യ രാത്രിക്ക് ആക്കിയാണ് അമ്മ പറയുന്നത് അല്ലേ? മോനിന് എന്താ വേണ്ട വെച്ചാൽ ഉണ്ടാക്കാം നമുക്ക്. പാർട്ടി സദ്യ വേണമെങ്കിൽ പിന്നെ സദ്യ ഉണ്ടാക്കിയിട്ട് ഓരോ ഓർമ്മയിലേക്ക് മോശമായില്ല. അല്ല ഓർ സദ്യ കഴിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? എന്താ വേണ്ടടാ? അങ്ങനെ നമ്മുടെ വീടെത്താനായി. നമുക്ക് വൈകുന്നേരം ബർത്ത്ഡേ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാം. പിന്നെ വൈകുന്നേരം അവന് പറയുന്നത് എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് മതി എന്നാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീടെത്തി. വേഗം ചായ കുടിച്ച് ഡ്യൂട്ടിക്ക് പോകണം. ദീമോൾ ഇതായത് എൻ്റെ കൂടെ വരാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം നമ്മൾ എല്ലാവരും വന്ന ശേഷം കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോപ്പറേറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വോയിസ് ഓവർ ചെയ്തത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Tío mataya uta. അങ്ങനെ ദീമോളുടെ അനിയൻ്റെയും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ബിരിയാണി കഴിക്കാനായിട്ട് പോയി. നമുക്കതിന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.